ഹൈ ഓൾ ബിഗ് ബോസ് മലയാളം സീസൺ 7 ഫാക്ടറി ടാസ്കിന്റെ കാര്യം ഒന്ന് ഓവറോൾ പറഞ്ഞിട്ട് ഇപ്പോൾ ഹൗസിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ പറയാം. ടാസ്കിന്റെ 2ാം ദിവസം ഒരു ക്വാളിറ്റി ചെക്കറായ ജിഷിനെ മാറ്റിയിട്ട് സാബുമാനെ തിരഞ്ഞെടുത്തു. ആദ്യത്തെ ദിവസം നെവിൻ ഉഴപ്പിയതുകൊണ്ട് ജ്യൂസ് കമ്പനി ഉടമയായിട്ട് ഷാനവാസിനെ തിരഞ്ഞെടുത്തു. പുതിയൊരു മാംഗോ ജ്യൂസ് കമ്പനി തുടങ്ങാൻ വേണ്ടി ആര്യനെ തിരഞ്ഞെടുത്തു. പുറത്താക്കപ്പെട്ട ജിഷിനും നെവിനും ജയിലിലേക്ക് പോയി. ടാസ്ക് നടന്നു. ബോട്ടിലിന് ഇടിയുണ്ടായി. ജ്യൂസ് കമ്പനികൾ ഏജന്റുമാരുമായിട്ട് ഡീലുകൾ ഉണ്ടാക്കി. ബോട്ടിലുകളിൽ ജ്യൂസ് നിറച്ച് ക്വാളിറ്റി ചെക്കിങ്ങിന് വേണ്ടിയിട്ട് കമ്പനികൾ കൊണ്ട് കൊടുത്തു. അനീഷിന്റെ ജ്യൂസിൽ മുടി കണ്ടതിനെ തുടർന്ന് ആ ജ്യൂസുകളെല്ലാം റിജക്ട് ചെയ്തു. ആകെ ആര്യം കൊണ്ടുവന്ന 2 ബോട്ടിലുകൾ മാത്രമാണ് ക്വാളിറ്റി ചെക്കർമാർ അക്സെപ്റ്റ് ചെയ്തത്. അനീഷ് കലിപ്പായി എല്ലാ ബോട്ടിലുകളും തട്ടിക്കളഞ്ഞു. അവസാനം ക്വാളിറ്റി ചെക്കർമാരുടെ കളികളും കൂടെ കഴിഞ്ഞപ്പോൾ അവർക്ക് ബിഗ് ബോസ് പറഞ്ഞ പ്രകാരം ബോട്ടിലുകൾ സബ്മിറ്റ് ചെയ്യാൻ സാധിച്ചില്ല. അങ്ങനെ 2ാം ദിവസവും ടാസ്ക് റദ്ദായി. ഇതൊക്കെയാണ് ടാസ്കിന്റെ കാര്യങ്ങൾ. ഇപ്പൊ ഹൗസിൽ നടന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ ആദില അനീഷിന്റെ പുറകെ നടന്ന് ചൊറിയുന്നത്. ചൊറിച്ചിൽ നിന്നൊക്കെ ഉള്ള ലെവൽ വിട്ട് ഇപ്പൊ അതൊരു ഉപദ്രവമായി മാറിയിട്ടുണ്ട്. കാണുന്നത് നമുക്ക് പോലും സഹിക്കാൻ പറ്റുന്നില്ല. കിച്ചണിലും ബെഡ്റൂമിലും ടാസ്കിന്റെ ഇടയിലും ഒക്കെ ഇത് തന്നെ പരിപാടി. അനീഷിനെ കാണുമ്പോൾ തന്നെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഇറിറ്റേറ്റ് ആക്കും. അനീഷിനെ കറിവേപ്പിലാന്ന് വിളിക്കുന്നു. മണ്ട മണ്ട മണ്ടൻ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനാണ് അനീഷിനെ ഇങ്ങനെ ബുള്ളി ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നില്ല. തമാശക്കാണെങ്കിൽ അതിന്റെ പരിധിയൊക്കെ എന്നേ അതിക്രമിച്ചു. ഇതൊന്നും പോരാഞ്ഞിട്ട് ടാസ്കിന്റെ ഇടയിൽ അനീഷിനെ പ്രൊവോക്ക് ചെയ്യാൻ നോക്കുന്നു. അനീഷ് ജ്യൂസ് ഉണ്ടാക്കുന്ന ടേബിളിന്റെ മുകളിൽ ആദില കയറിയിരിക്കുന്നു. അതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നൂറ വന്ന് ബോട്ടിലുകൾ തട്ടിമറിച്ചിടുന്നു. അനീഷ് നൂറയുടെ മേത്തേക്ക് വെള്ളം തെറിപ്പിക്കുന്നു. അപ്പൊ ആദിലയുടെ ദേഹത്തും കുറച്ച് വെള്ളം വീഴുമ്പോൾ ആ ഒരു അവസരം മുതലാക്കിക്കൊണ്ട് ആദില അവിടെ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളം മുഴുവൻ പുറത്തേക്ക് ഒഴിച്ച് കളയുന്നു. എന്നിട്ട് 2 പേരും കൂടെ അനീഷിന്റെ മേക്കിട്ട് കയറുന്നു. അനീഷിന്റെ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് പാളിപ്പോകാനുള്ള ഒരു കാരണം ഇവരുടെ ഈ ഒരു ഇറിറ്റേഷൻ കൂടെ ആയിരിക്കും. ഇവർക്ക് ബാക്കിയുള്ളവരുടെ ഗ്രൂപ്പുകൾ ഭയങ്കര പ്രശ്നമാണ്. പക്ഷെ ഇവരിൽ ആർക്കെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അപ്പം മറ്റേ ആൾ വരും, പിന്നെ അവിടെ കച്ചറയാക്കും. അത് ഇവർക്ക് ഗ്രൂപ്പല്ല. അതുപോലെ നൂറയ്ക്കും ആദിലയ്ക്കും ഒക്കെ പക ഒരു മെയിൻ ഐറ്റമാണ്. അക്ബറിനോടുണ്ട് പക. അതിന് നല്ലൊരു പങ്ക് ഷാനവാസിനും ഉണ്ട്. പിന്നെ നെവിനോടുണ്ട് പക. ഈ 2ാമത്തെ ദിവസം ടാസ്കിനിടയിൽ അക്ബറിന്റെ കയ്യിലിരുന്ന കുപ്പി നൂറ തട്ടിപ്പറിക്കുന്നുണ്ട്. ഇത് നേരെ തിരിച്ച് അക്ബർ എങ്ങാനും നൂറയുടെ കയ്യിൽ നിന്നെങ്ങാനുമാണ് തട്ടിപ്പറിക്കുന്നതെന്ന് ഓർത്ത് നോക്കി. ഇൻഡിവിജ്വൽ ഗെയിം കളിക്കുന്ന ആദില അവിടെ പറന്നെത്തും. അക്ബറിനെ നാറ്റിക്കും. എന്തായാലും വളരെ തരം താഴ്ന്ന രീതിയിലായിരിക്കും 2 പേരും കൂടെ നിന്ന് അറ്റാക്ക് ചെയ്യുന്നത്. എന്നിട്ടോ അതവിടെ തീരുകയില്ല. ആ പക കൊണ്ടു കിടക്കും. കിട്ടുന്ന അവസരത്തിലൊക്കെ ഉപയോഗിക്കും. എങ്ങനെയൊക്കെ റിവെഞ്ച് എടുക്കാമോ അതിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ഒരു ടാസ്ക് നശിപ്പിക്കാനും കുളവാക്കാനും റദ്ദാക്കാനും ഒക്കെ ഈ ആദില ശ്രമിക്കുന്നത് എന്തിനാണെന്നറിയോ? പുള്ളിക്കാരത്തിന്റെ പാർട്ട്ണറായ നൂറയുടെ ആ ഒരു ടാസ്ക് ഉണ്ടല്ലോ, എല്ലാവരും ചേർന്ന് കുളവാക്കിയെന്നാണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. നൂറയുടെ ഒരു പവർ കളഞ്ഞല്ലോ, അതൊരു സീക്രട്ട് ടാസ്ക് ആയിരുന്നു എന്നുള്ളത് ആദിലയ്ക്ക് ഒരു പ്രശ്നമല്ല. ആദില അവിടെ കളിക്കാൻ വന്നത് നൂറയ്ക്ക് വേണ്ടിയല്ലേ? ആദിലയ്ക്ക് അവിടെ പ്രധാനം നൂറയല്ലേ? അതുകൊണ്ട് ആദില ഉൾപ്പെടെയുള്ളവരുടെ ടീം ജയിച്ചു എന്ന് ലാലേട്ടൻ പറയുമ്പോൾ ആദിലയ്ക്ക് സന്തോഷമാവില്ല. ആദിലയുടെ മനസ്സിൽ നൂറ തോറ്റതിന്റെ വിഷമം മാത്രമാണ്. നേരത്തെ പറഞ്ഞ പോലെ ഗെയിമിനെ ഗെയിമായിട്ട് കാണാൻ ഇവർക്ക് പറ്റില്ല. കാരണം പകയാണ് മനസ്സിൽ മുഴുവൻ. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ ഈ ഓരോ ടാസ്കും ഇവർ കുളവാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവർ 2 പേരും ഡബിൾ സ്റ്റാൻഡ് ആണ്, സെൽഫിഷ് ആണ്, പ്രതികാരദാഹികളാണ്, ക്രൂക്കഡ് ആയിട്ടുള്ള വ്യക്തികളാണ്. ഒരാളല്ല, 2 പേരും ഇതുപോലെ തന്നെയാണ്. ഇനി വേറെ 2 പേരുണ്ട്, അഭിലാഷും ഒനിയിലും. ഇവർ വലിയ നിലപാടുകളും വലിയ കാര്യങ്ങൾക്കൊക്കെ വേണ്ടി നിലകൊള്ളുന്നവരും ഒക്കെ ആണെന്ന് പറയും. പക്ഷെ പ്രവൃത്തിയിൽ നേരെ ഓപ്പോസിറ്റ് ആണ്. അഭിലാഷും ഒനിയിലും ഒക്കെ ഫേക്ക് ആണ്. അസൂയയും കുശുമ്പും ഒക്കെ ആയിട്ട് പരദൂഷണമൊക്കെ പറഞ്ഞ് നടക്കുന്ന ടീംസ് ആണ്. ഇപ്പൊ ഇവരുടെ കൂടെ ബിന്നിയുണ്ട്. ഇപ്പൊ പൂർത്തിയായി. ഇവർ 3 പേരും കൂടെ അക്ബറിനെ ഒതുക്കാനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇവർക്ക് ഗെയിമിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പറ്റില്ല. പൊട്ടിപ്പോവും, അത് ഉറപ്പാണ്. അതുകൊണ്ട് പിന്നെ കൊതികുത്തി നടക്കലാണ് പിന്നെ അങ്ങോട്ട്. അതുകൊണ്ട് നല്ല ഊളത്തരം കളിക്കാൻ നോക്കും. എനിക്ക് കിട്ടാത്ത ഭാഗ്യം ആർക്കും കിട്ടണ്ട എന്ന രീതിയിലുള്ള കോപ്രായങ്ങളാണ് പിന്നെ അങ്ങോട്ട് കാണിക്കുന്നത്. ഒനിയിലൊക്കെ ബോട്ടിൽ ചളുക്കുന്നു, നശിപ്പിക്കുന്നു, പിന്നെ ആർക്കും കോയിൻസ് കിട്ടാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാവോ അതൊക്കെ ചെയ്യുന്നു. ഒനിയിൽ ഇങ്ങനെ നല്ല ഊള പരിപാടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആരും മാത്രമാണ് അതിനെ സ്ട്രോങ് ആയിട്ട് എതിർത്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 2 ബോട്ടിൽ ആ ടേബിളിന്റെ മുകളിൽ വെച്ചിട്ട് ധൈര്യം കൊണ്ട് എടുക്കടാന്ന് പറഞ്ഞു. ഒനിയിൽ നാക്ക് വെച്ച് 2 ഡയലോഗ് അടിച്ച് ബുദ്ധിപരമായിട്ട് നോക്കാന്നൊക്കെ പറഞ്ഞ് മൂടും തൂത്ത് എഴുന്നേറ്റ് പോയതല്ലാതെ ഒന്നും ചെയ്തില്ല. ആര്യൻ ആ ഒരു സാധനമൊക്കെ ചെയ്ത് അടിപൊളിയായിരുന്നു. ഒനിയിൽ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കുമെന്ന് വലിയ ഡയലോഗ് അടിക്കുന്ന അഭിലാഷ് വായിൽ കൈയിട്ടിരിക്കുകയായിരുന്നു. ഇവനാണെങ്കിലോ നാഴികയ്ക്ക് 40 വട്ടം പറയാറുണ്ട് ആര്യനും ജിസയിലും പരസ്പരം സപ്പോർട്ട് ചെയ്യുവാണ്. അപ്പൊ ഇവൻ ഈ കാണിക്കുന്നത് എന്താ? അപ്പൊ ഇവൻ ഈ ഒനിലിനെ സപ്പോർട്ട് ചെയ്യണതിൽ കുഴപ്പമില്ലേ? ഇവന്മാരുടെ ആ ബിന്നിയുടെയൊക്കെ പ്രധാന വിനോദം ജിസേലിന്റെ ആര്യന്റെ റിലേഷൻഷിപ്പിനെ ജഡ്ജ് ചെയ്യുന്നതാണ്. 2 പേര് തമ്മിൽ എന്ത് റിലേഷൻഷിപ്പ് ആണെന്ന് ഡിഫൈൻ ചെയ്യാത്തതിൽ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുറച്ച് ആളുകളുണ്ടല്ലോ, അവരുടെ റെപ്രസെന്റേറ്റീവ്സ് ആണ് ഇവർ 3 പേരും. ആര്യനെ പാവാട വള്ളി എന്ന് വിളിച്ച് ആനന്ദം കണ്ടെത്തുന്നതാണ് ഇവന്മാരുടെ പരിപാടി. ഒരു റിലേഷൻഷിപ്പിൽ ഒരാൾ മറ്റൊരാളുടെ അടുത്ത് എങ്ങനെ നിൽക്കണം, എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ളത് ഓരോ ഇൻഡിവിജ്വലിന്റെ ഇഷ്ടമാണ്. ജിസേലിന്റെ ഡ്രസ്സ് കഴുകി കൊടുക്കുന്നത് ഇഷ്ടമല്ലാത്ത പ്രേക്ഷകരുണ്ടെന്നുണ്ടെങ്കിൽ അവർ ആര്യന് വോട്ട് ചെയ്യില്ല, ആര്യം പുറത്താവട്ടെ. ഇവരെന്തിനാണ് അതിനെക്കുറിച്ച് ഓർത്ത് ഇത്ര വിഷമിക്കുന്നത്? ഇവർ ആര്യനെ ജയിപ്പിക്കാൻ വേണ്ടി വന്നതാണോ? അല്ലല്ലോ. പിന്നെ എന്തിനാണ് മറ്റൊരാളുടെ കാര്യത്തിൽ ഇത്ര കൺസേൺ? പെണ്ണുങ്ങളുടെ വസ്ത്രം കഴുകി കൊടുക്കുന്നവന്മാരെ ഇവർ പാവാടകളായിട്ടാണ് കാണുന്നത്. ഇവരുടെയൊക്കെ റിലേഷൻഷിപ്പിൽ ഇവരുടെ എല്ലാ കാര്യവും ഭാര്യമാര് ചെയ്തു കൊടുക്കുന്നതുകൊണ്ടായിരിക്കും ഭാര്യമാർക്ക് നല്ല ഭാര്യ പട്ടമൊക്കെ ഇവർ കൊടുത്തിരിക്കുന്നത്. ഈ അഭിലാഷ് കുക്കിംഗ് ടീമിൽ കയറാതെ മുങ്ങി നടന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത്രയും നാളായിട്ട് ലാസ്റ്റ് വീക്കിലാണ് പുള്ളി ഒന്ന് കിച്ചൺ ടീമിൽ കയറിയത്. അതായത് വീട്ടിൽ ഫുഡ് കഴിക്കാനല്ലാതെ വേറെ ഒന്നിനും കൈ നനയ്ക്കാൻ
വെക്കാത്ത ആളാണെന്ന് മനസ്സിലായി. എന്നിട്ടാണ് ജിസേൽ കുക്കിംഗ് ടീമിൽ നിൽക്കുന്നതിന് ഇയാൾക്ക് ഇത്ര കൺസേൺ. ഇവർ കളിയിൽ എങ്ങനെ ജയിക്കാമെന്ന് ആലോചിക്കുന്നതിനേക്കാൾ ഉപരി മറ്റുള്ളവരെങ്ങനെ ജയിക്കാതിരിക്കാൻ നോക്കാമെന്ന് ചിന്തിക്കുന്നവരാണ്. മേ ബി ഇവർ സ്വയം ജയിക്കാൻ കഴിവില്ല എന്ന് വിശ്വസിക്കുന്നവരായിരിക്കും. ക്വാളിറ്റി കൺട്രോളേഴ്സ് അനുമോൾ, സാബുമാൻ ആവുന്ന രീതിയിൽ ഗെയിം മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ നോക്കി കേട്ടോ. പക്ഷെ അനുമോളല്ലേ, പാടാണ്. അനുമോൾ സ്ട്രിക്റ്റ് ആയ ക്വാളിറ്റി ചെക്കറാണോ, പിടിവാശിയുള്ള ക്വാളിറ്റി ചെക്കറാണോ, ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ക്വാളിറ്റി ചെക്കറാണോ, അതോ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ക്വാളിറ്റി ചെക്കറാണോ എന്നൊന്നും അറിയാൻ പാടില്ലാത്ത രീതിയിലുള്ള പ്രകടനമായിരുന്നു അനുമോളുടേത്. കാരണം ജ്യൂസിന്റെ കാര്യത്തിൽ പ്രശ്നമുണ്ടായി, അനീഷ് എല്ലാം സ്പോയിൽ ചെയ്തു, അടി, വഴക്ക്, തർക്കം, ബഹളം ഇതെല്ലാം കഴിഞ്ഞ് ബിഗ് ബോസ് ചോദിച്ചപ്പോൾ ആദ്യം 2 ബോട്ടിലുണ്ടെന്ന് പറഞ്ഞു, പിന്നെ ഇല്ലെന്ന് പറഞ്ഞു, പിന്നെ 1 ബോട്ടിലുണ്ടെന്ന് പറഞ്ഞു, പിന്നെ ആദിലയുടെ ഒറ്റ ചോദ്യത്തിൽ നിലപാട് മാറ്റുന്നു, ഒന്നുമില്ലെന്ന് പറയുന്നു. ഇതിന്റെയൊക്കെ അർത്ഥം എന്താ? സ്വന്തമായിട്ടൊരു തീരുമാനം ഇല്ല, ഇൻഫ്ലുവൻസ്ഡ് ആണ്, നിലപാട് മാറ്റുന്നു, എന്നിട്ട് ക്വാളിറ്റി ചെക്കർ എന്നുള്ളൊരു പേരും സ്വയം സ്ട്രിക്റ്റ് ആണെന്നുള്ളൊരു ഭാവവും. ഇതൊന്നും പോരാഞ്ഞിട്ട് ഫാൻസ് പറയുന്നത് അനുമോൾ കളിക്കുന്ന ഉഗ്രൻ ഗെയിമാണ്. ആദിലയുടെ ചോദ്യത്തിന് മുന്നിൽ തൊട്ടു മുമ്പ് പറഞ്ഞ വാക്ക് മാറ്റി പറഞ്ഞ ആളാണ്. നിലപാടിന്റെ സിംഹമേ. എനിവേ, കൂടുതൽ പേരും ആഗ്രഹിച്ചതുപോലെ ടാസ്ക് റദ്ദാക്കി ജിസേൽ. ഇതുവരെ ആര്യനും ജിസേലും ഒരുമിച്ച് തന്നെയാണ് കളിച്ചത്, യാതൊരു സംശയവുമില്ല. പക്ഷെ ഇപ്പൊ പുറത്തുനിന്ന് ആളുകളൊക്കെ വന്ന് പോയതിനു ശേഷം ആര്യന് കുറച്ചുകൂടി ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കണം എന്ന് ആഗ്രഹമുണ്ട്, അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട്. ആര്യൻ ജിസേലിന്റെ കാര്യങ്ങളിലുള്ള ഇടപെടലുകളൊക്കെ കുറച്ചിട്ടുണ്ട്. ഈ ഒരു ടാസ്കിലും ജിസേലിനോട് മിണ്ടാതിരിക്കാനൊക്കെ ആര്യം പറയുന്നുണ്ട്. അതിനെപ്പറ്റി അവർക്കിടയിൽ സംസാരങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ജിസേൽ അനാവശ്യമായിട്ട് വോയിസ് റേസ് ചെയ്ത് ആര്യന് ഓക്കെ ആയില്ല, അതിനെപ്പറ്റി പറയുന്നുണ്ട്. ആര്യൻ അങ്ങ് മാറി തുടങ്ങിയപ്പോൾ ജിസേലിന് പ്രത്യേകിച്ച് ഗെയിമൊന്നുമില്ല, ടാസ്ക് കളിക്കുന്നു, പോകുന്നു, അതിൽ കൂടുതലായിട്ട് വേറെ കാര്യങ്ങളൊന്നും ഇവിടെ ചെയ്യുന്നില്ല. പിന്നെ എല്ലാവരും പറയുന്ന പോലെ കുറച്ച് കൊഞ്ചലും ക്യൂട്ട്നെസ് ഇടലും ഒക്കെ ഉണ്ട്. നിലവിൽ അതിനപ്പുറത്തേക്ക് ജിസേൽ ഒന്നും ചെയ്യുന്നില്ല. ജിസേലിന്റെ ഗെയിമൊക്കെ ഇത്ര ഉള്ളോ, അതോ ഇനി എന്തെങ്കിലും ജിസേൽ മാറ്റം വരുത്തുമോ അറിയില്ല. ജിസേലും അക്ബറും ആര്യനും ഒക്കെ എല്ലാവരും ഒരു കോമൺ ടാർഗറ്റ് തന്നെയാണ്. ഇതിനിടയിൽ ലക്ഷ്മി എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറാവുന്നുണ്ടായിരുന്നു. ജിസേലിനോട് കിച്ചന്റെ അടുത്ത് വെച്ച് സംസാരിക്കുന്നതാണ്. മലയാളം നന്നായിട്ട് അറിയാമായിരുന്നിട്ടും അറിയാത്ത പോലെ കാണിക്കുന്നു, ബാഡ് വേർഡ്സ് യൂസ് ചെയ്യുന്നു, കുക്കിംഗ് നിർത്തിയാൽ ജിസേലിന്റെ ഗെയിം കഴിഞ്ഞെന്ന് പറയുന്നു. ആര്യന് ജിസേലിനെ കൊണ്ട് മടുത്തെന്നും അവനെ ഒന്ന് വെറുതെ വിടാനും പറയുന്നുണ്ട്. ഇതെല്ലാം ജിസേലിന്റെ തൊട്ടടുത്ത് നിന്ന് ലക്ഷ്മി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ടും തിരിച്ചൊരക്ഷരം പോലും മിണ്ടാതെ ജിസേൽ കുക്ക് ചെയ്തുകൊണ്ടിരുന്നു. തിരിച്ചൊരക്ഷരം പോലും പറയാതായപ്പോൾ ലക്ഷ്മി തന്നെ നിർത്തി. ഒത്തില്ല. ലക്ഷ്മി മൊത്തത്തിൽ നോക്കിയപ്പോൾ അവിടെ എല്ലാവരും ടാർഗറ്റ് ചെയ്യണം 1-2 പേരുണ്ട്. അക്ബർ, ജിസേൽ, ഷാനവാസ്, ആര്യൻ. ലക്ഷ്മിയുടെ പ്ലാൻ അനുസരിച്ച് അക്ബറിനെ ഒന്നും പോയി നേരിട്ട് പെട്ടെന്ന് മുട്ടാൻ പറ്റില്ല. പിന്നെ ഉള്ളത് ജിസേലാണ്. ആര്യനാണെങ്കിലോ ജിസേലിന്റെ കാര്യത്തിൽ അത്ര ഇടപെടുന്നുമില്ല. അപ്പൊ പിന്നെ വേറൊന്നും ആലോചിക്കേണ്ട കാര്യമില്ലല്ലോ. ടാർഗറ്റ് ലോക്ക്ഡ്, ജിസേൽ. ലക്ഷ്മി വരുന്നു, ദിവസത്തിൽ 1-2 പ്രാവശ്യം എന്ന രീതിയിൽ ഇതേ ഡയലോഗ് പറയുന്നു, പോകുന്നു. ലക്ഷ്മി ശരിക്കും ഒരു ബ്രേക്ക് ത്രൂ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും അങ്ങോട്ട് ക്ലച്ച് പിടിക്കുന്നില്ല. അതാണ് സംഭവം. പിന്നെ പ്രധാനമായിട്ടും പറയേണ്ടത് ഈ 2ാമത്തെ ദിവസം അനീഷിന്റെ കയ്യിൽ നിന്ന് പോയൊരു ദിവസമാണ്. പുള്ളി ഉദ്ദേശിച്ച പോലെ ടാസ്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. മുടി വീണത് ഒരു ഹൈജീന്റെ പ്രശ്നമാണല്ലോ. പുള്ളി പലതും പറഞ്ഞു നോക്കിയെങ്കിലും ആരും അടുത്തില്ല. പിന്നെ മൊത്തത്തിൽ അലമ്പാക്കാന്ന് വിചാരിച്ചു കാണും. ആദ്യത്തെ ദിവസത്തെ കളിപ്പ് മാസമായിരുന്നെങ്കിൽ 2ാമത്തെ ദിവസം സംഭവം കയ്യിൽ നിന്ന് പോയതാണ്. അത് പിന്നെ ആർക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റാത്തൊരു കേസും ആയിപ്പോയി. ഏതായാലും ടാസ്ക് മൊത്തത്തിൽ അലമ്പായി. ബിഗ് ബോസ് പ്രതീക്ഷിച്ച പോലെ 2ാമത്തെ ദിവസം ടാസ്ക് റദ്ദാക്കാൻ പറ്റി. ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. ബാക്കി വിശേഷങ്ങളുമായി പിന്നീട് കാണാം. താങ്ക് യു.